ചേട്ടാ ഇന്ന് ആടുജീവിതം റിലീസാവാൻ പോവാണ്. പൃഥ്വിരാജ് 16 വർഷങ്ങള് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് പല ഇന്റർവ്യൂസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. 16 വർഷത്തിൽ കൂടുതൽ എത്രയോ വർഷങ്ങള് ബ്ലെസ്സി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലും വർഷങ്ങളെടുത്ത് കാണും ബെന്യാമിൻ ഈ പറഞ്ഞ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട്. നജീബിന്റെ കഥ മനസ്സിലാക്കാനും ഈ പുസ്തകത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ചെറിയ സംശയം, മലയാള സിനിമയിൽ കഥകൾ ഇല്ലാത്തത് കൊണ്ടാണോ ആടുജീവിതം ഇങ്ങനെ ഒരു സിനിമയാകുന്നത്, അതോ അത്രയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ടാണോ? എന്തായിരിക്കാം? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ തസ്കരൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. തസ്കരൻ എന്ന് പറയുന്നത് ഒരു കള്ളന്റെ കഥയാണ്. അതായത് ഒരു റിയൽ ആയിട്ട് ഒരു കള്ളൻ അവന്റെ ജീവചരിത്രം പറയാണ്. എങ്ങനെയാണ് മോഷ്ടിക്കേണ്ടത്, എങ്ങനെയാണ് അവൻ മോഷ്ടിച്ചുകൊണ്ടിരുന്നത്, എന്തൊക്കെയാണ് അവന്റെ ലൈഫിൽ നടന്നത്. ഒരു കള്ളന്റെ കഥ പറയുന്ന ഒരു ആത്മകഥ പോലെയാണ് അത് എഴുതി പോയേക്കുന്നത്. അപ്പൊ അത് നമുക്ക് വായിക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് കള്ളൻ, ഇങ്ങനെയൊക്കെ ആയിരുന്നു അവന്റെ ജീവിതം. അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഈ പറയുന്ന തസ്കരനിലെ കള്ളൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് നജീബ്. നജീബിന്റെ ലൈഫിൽ ഉണ്ടായ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭയങ്കരമായ ഒരു ലൈഫ്, ഭയങ്കരമായ ഒരു ജീവിതം. ആ ജീവിതം അത് മറ്റുള്ളവരെ അറിയണമെന്നും അതിലൂടെ ഒരു മോട്ടിവേഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചെന്നെ എനിക്കറിയില്ല. പക്ഷേ ഒരു മനുഷ്യ ജന്മത്തിന് ഇത്രയും യാതനകളൊക്കെ ഏറ്റുവാങ്ങാൻ പറ്റും എന്ന് മറ്റുള്ളവർക്ക് അറിഞ്ഞാൽ അതിലിനി എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അത് ആ ഒരു മോട്ടിവേഷൻ കിട്ടുക എന്നതായിരിക്കും ബെന്യാമിൻ ആ പുസ്തകം എഴുതുമ്പോൾ ഉദ്ദേശിച്ചത്. പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത്, ഞാൻ അതാണ് പറയുന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ ടീച്ചറാണ്. അപ്പം അമ്മ ഓൾറെഡി ഈ പുസ്തകത്തിലെ അധ്യായങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം പോപ്പുലർ ആയിട്ടുള്ള, ഇപ്പൊ ഇന്നിപ്പോ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബുക്കുണ്ട്, ആനന്ദ്, റാം കെയർ ഓഫ് ആനന്ദി. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അതും വായിച്ചിട്ടുള്ളതാണ്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പൈങ്കിളി ആയിട്ടുള്ള, വളരെ ക്രിഞ്ചായിട്ടുള്ള ഒരു കഥ എടുത്ത് വെച്ചിട്ട് അത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത കഥയൊന്നും അല്ല കേട്ടോ റാം കെയർ ഓഫ് ആനന്ദി. ഭയങ്കര എന്താ പറയാ, നമുക്കൊരു വായിക്കുമ്പം, പ്രത്യേകിച്ച് എൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര രസമുള്ള സംഭവമൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ചൂടപ്പം പോലെ വിറ്റ് പോകുന്നത് റാം കെയർ ഓഫ് ആനന്ദി ആയിരുന്നെങ്കിൽ ഒരു കാലത്ത്, ഒരുപക്ഷെ ഇപ്പോഴും ഭയങ്കരമായി വിറ്റുപോകുന്ന ഒരു പുസ്തകമാണ് ആടുജീവിതം. ആ ആടുജീവിതം ഇപ്പൊ ഞാൻ വായിച്ചൊരു ആടുജീവിതം ഉണ്ട്. ഞാൻ വായിച്ചപ്പം എൻ്റെ മനസ്സിൽ കൂടെ പോയ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. ഞാൻ ആടുജീവിതത്തിന്റെ ട്രെയിലറും കണ്ടു. അപ്പോ എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്താണോ മനസ്സിൽ കണ്ടത് അതിലും മുകളിൽ നിൽക്കുന്ന ഒരു സിനിമാനുഭവം പ്രേക്ഷകന്, എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ തുടക്കകാലത്തിൽ, എനിക്ക് തോന്നുന്നു ബ്ലസ്സി ലാസ്റ്റ് ചെയ്തത് മറ്റേ പ്രസവം ലൈവായിട്ട് കളിമണ്ണ്. ഓക്കെ, ആ പടത്തിന് ശേഷം ബ്ലസ്സി സിനിമ ചെയ്തിട്ടില്ല. ആ സമയത്ത് ഈ ആടുജീവിതത്തിന്റെ ഒരു ഡിസ്കഷൻ വന്നപ്പം ബ്ലസ്സി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഒരു പുസ്തകം സിനിമയാക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഒരു പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് ഓരോ പ്രേക്ഷകനും അവന്റെ ഇമാജിനേഷൻ വെച്ചിട്ട് ആ ഒരു സംഭവം കാണും, ആ ഒരു കഥ കാണും. അപ്പം അവന്റെ ഇമാജിനേഷൻ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അവൻ ഭയങ്കര ലാവിഷായിട്ട് അത് കാണും. അത് കഴിഞ്ഞ് അവൻ അതൊരു സിനിമാ രൂപത്തിൽ ഫ്രണ്ടിൽ കാണുമ്പം അവന്റെ ഇമാജിനേഷൻ നിന്നും താന്നു പോയി കഴിഞ്ഞാൽ അവൻ ആ പടം ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതുകൊണ്ട് അവന്റെ ഇമാജിനേഷനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു പടം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഓഡിയൻസിന് ഇഷ്ടപ്പെടത്തുള്ളൂ. ഒരുപക്ഷെ അതായിരിക്കാം ഈ 16 വർഷം ബ്ലസ്സി നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ട്രെയിലറേ കണ്ടുള്ളൂ, സിനിമ കണ്ടില്ല. പക്ഷേ ട്രെയിലർ വെച്ച് ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം. ഞാൻ ആ നോവല് വായിച്ചപ്പോൾ ഞാൻ മനസ്സിൽ വന്നിരുന്ന കുറെ ഇമാജസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പം ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു വിഷ്വൽസ് ആണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ആടുജീവിതം ഒരു വലിയ കഥയാണ്. മീൻസ് പേജുകളുടെ എണ്ണത്തിലല്ല, വളരെ കുഞ്ഞു പുസ്തകമാണ്. പക്ഷെ കഥ ഭയങ്കര വലിയ കഥയാണ്. അപ്പൊ അത് എങ്ങനെയാണ്, അപ്പൊ അത് ആടുജീവിതം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ആടുജീവിതത്തിന്റെ ഒരു അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു റിലീഫാണ് കിട്ടുന്നത്. കാരണം അതൊരു വല്ലാത്തൊരു ലൈഫാണത്. അപ്പം
അതൊരു റിയൽ ലൈഫാണെന്നും അതൊരാളെ ജീവിച്ച് തീർത്തതാണെന്നും ഒക്കെ ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് വരുന്നത്. അപ്പോൾ ആ ഫീലിൻ്റെ എത്ര ശതമാനം ആ സിനിമയ്ക്ക് തരാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അത് തരാൻ പറ്റട്ടെ, നല്ലൊരു പടമായിരിക്കട്ടെ. എന്തായാലും നാളെ കൊണ്ട് ആ പടത്തിന്റെ ഒരു ഐഡിയ നമുക്ക് എല്ലാവർക്കും കിട്ടും. ഇതൊരു തരത്തിലുള്ള സർവൈവൽ മൂവി അല്ലേ? സർവൈവൽ മൂവി തന്നെയാണ്. സർവൈവൽ മൂവി തന്നെയാണ് എന്ന് പറയുന്ന സമയത്ത് അതെ, സർവൈവൽ മൂവി തന്നെയാണ്. ഇപ്പം ഒരു ആമസോൺ കാടിൽ പെട്ടുപോയൊരു വ്യക്തി എങ്ങനെ രക്ഷപ്പെടുന്നു, അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയ ഒരു വ്യക്തി അവിടെ നിന്നും ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന ഒരു സ്ഥലത്ത് നിന്നും അവൻ രക്ഷപ്പെടുന്നു. പക്ഷേ രക്ഷപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു മാരക ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റാണ് ആളുകളെ. പലർക്കും ഈ കഥ അറിയാവുന്നതായിരിക്കും. അപ്പൊ ഡെവിനെ, ഈ ഇങ്ങനൊരു കഥ അറിയാവുന്നൊരു കഥ സിനിമയായിട്ട് വരുമ്പം നീ കാണുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഒരു അറിയാവുന്ന കഥ. എന്റെ സൈഡിൽ നിന്ന് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ബ്ലസ്സി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഒത്തിരി ഒത്തിരി ഒരു ഭയങ്കര വീക്ഷണമുള്ള ഒരു ഡയറക്ടർ എന്ന് തന്നെ പറയത്തുള്ളൂ. കാരണം ഓൾറെഡി ഇതെല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയാണ്. ഇതേപോലെ സർവൈവൽ ത്രില്ലേഴ്സ് പല ഡയറക്ടേഴ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. കമൽ ഗദ്ദാമ എന്ന് പറഞ്ഞൊരു പടത്തിനകത്ത് മാക്സിമം എന്തൊക്കെ ഒരു പ്രവാസി അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ ഒരു പെണ്ണിന്റെ ഒരു സ്ത്രീ കേന്ദ്ര കഥാപാത്രമായ ഒരു സിനിമയിൽ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ആടുജീവിതം തന്നെയാണ് ഗദ്ദാമ. അതൊരു ഫീമെയിൽ വെർഷനാണ്, മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഒരു സർവൈവൽ ത്രില്ലേഴ്സ് എന്ന് പറഞ്ഞ പല ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഓസ്കാർ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, റെനവന്റ്, ലിയാനോ ഡി കാപ്രിയോയുടെ. ഇതൊക്കെ ഒരു സർവൈവൽ ത്രില്ലേഴ്സ് തന്നെയാണ്. അതിന്റെ മേളില് ബ്ലസ്സി ഇതിനകത്ത് നോക്കി കാണുന്നത്, പേഴ്സണലി അത് പറയുമ്പോ അത് എത്രത്തോളം നെഗറ്റീവ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ പുള്ളി എന്തൊക്കെ പറഞ്ഞാലും ഒരു സെൽഫിഷ് വ്യക്തി, ഉള്ളിലൊരു സെൽഫിഷ്നെസ് കാണും. ഇതിനകത്ത് മാക്സിമം പൊട്ടൻഷ്യൽ ആയിട്ട് ഏത് ലെവലിൽ അവാർഡ് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് നോക്കി മാക്സിമം മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഒരു ചിത്രം കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മലയാള സിനിമയിൽ പലരും പറഞ്ഞിട്ടുണ്ട്, പല മോഹൻലാലിന്റെ പല പടങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ അതിന്റെ ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ക്വാളിറ്റി. ഇപ്പൊ മരക്കാരന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യൻ സിനിമ, ഇത് മലയാള സിനിമയാണോ എന്ന് ഡൗട്ട് തോന്നിപ്പോയിട്ടുണ്ട്. കണ്ടായിരുന്നു. കത്തനായിട്ട് ഉണ്ടായിരുന്നു, തോന്നിയെന്ന് പറഞ്ഞു. അതിന്റെയൊക്കെ മേളിൽ നിൽക്കുന്ന എന്തോ ഒരു സംതിങ്, എന്തോ ഒരു പാൻ ഇന്ത്യ എന്നല്ല, ഒരു ഗ്ലോബൽ റീച്ച് കിട്ടുന്ന ഒരു സംതിങ്, എന്തോ ഒരു ഐറ്റം ആ ട്രെയിലർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇത് ഇപ്പൊ 80 കോടി ബഡ്ജറ്റിൽ ഇറങ്ങുന്നെങ്കിലും ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു കേരളത്തിലുള്ളവർ മാത്രമായിരിക്കുമല്ലോ ആടുജീവിതം എന്ന് പറഞ്ഞ സ്റ്റോറി വായിച്ചിട്ടുണ്ടാവുള്ളൂ. അതിന്റെ മേളിലോട്ട് ആരും ഉണ്ടാവത്തില്ല. മലയാളികളല്ലാത്തവർ വായിച്ചിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. അല്ലല്ല, ആടുജീവിതം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയ ഒരു പുസ്തകം കൂടി. അപ്പൊ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു സ്റ്റോറിയില് റീച്ച്. ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ആനന്ദ ചോദിച്ച ചോദ്യത്തോട് റിലേറ്റ് ചെയ്ത ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഞാൻ ആ പുസ്തകം വായിച്ചാണ്. ഒരുപക്ഷെ ഞാൻ കുറച്ച് താമസിച്ചേ ഞാൻ പോയി ആടുജീവിതം കാണത്തുള്ളൂ. കാരണം ഫോർ ദ ടൈം ബീങ് എനിക്ക് ആ പുസ്തകം വായിച്ചൊരു എന്താണ് നടക്കുന്നത്, എന്താണ് അതിൽ ഉള്ളതെന്നുള്ള കാര്യം അറിയാം. അത് അറിയുന്നത് കൊണ്ട് തന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു പടം കാണാനായിട്ട് ഞാനൊരു പക്ഷേ എൻ്റെ മനസ്സിനെ കുറച്ചുകൂടെ ഒന്ന് പാകപ്പെടുത്തുന്നത്. ഇപ്പം എനിക്ക് ആ പടത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ എങ്കിൽ ഞാൻ പോയി അത് കാണുമ്പം അത് ഞാൻ ഫീൽ ചെയ്യും, ഞാൻ ആസ്വദിക്കും, ഞാൻ വരും. ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ തന്നെ ഞാനത് ഭയങ്കര ഒരു ഇമോഷണൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡായിരുന്നു ആ പുസ്തകം. അപ്പം ഇനി ഒന്നുകൂടെ ഇപ്പം വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയാം, ഞാൻ താരതമ്യം ചെയ്യല്ല, ആകാശദൂത് ഭയങ്കര നല്ലൊരു പടമാണ്. രണ്ടാമതൊന്നുകൂടെ നമ്മൾ കാണും, അതൊരു ചോദ്യമല്ലേ. പടം മോശമായതുകൊണ്ടല്ല, കാരണം അത്രയ്ക്ക് നമ്മളെ ഉള്ളുലയ്ക്കുന്ന ഒരു സാധനമാണ്, മനസ്സിലായില്ലേ? അപ്പം പുസ്തകം അതുപോലെ സിനിമ ആവുകയാണെങ്കിൽ ഇതും ഒരു ഹെവി ഹാർട്ടോട് കൂടി മാത്രം കാണാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്കിപ്പോൾ എന്താ പറയുക, ബഡ്ജറ്റ് ഇത്രയും ഉണ്ട്, നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ
അത് കാണാൻ ആസ് എൻ ഓഡിയൻസ് ഞാൻ പാകപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അത് രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ കണ്ട ഒരു വ്യക്തി റീവാച്ച് ചെയ്യും. കാരണം ഏതൊരു പടവും ഗദാമയാണെങ്കിൽ പോലും ഹിറ്റല്ല. അല്ല അല്ല. കാരണം എന്തെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു പത്തേമാരി ഹിറ്റ് ആവാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പത്തേമാരിയുടെ ബഡ്ജറ്റ് വളരെ കുറവായിരുന്നു. പക്ഷേ പത്തേമാരി പോലും ഭയങ്കരമായിട്ട് ലോങ് റണ്ണിലാണ് അത് ഹിറ്റ് ആയത് അല്ലേ? കാരണം ആ ടൈപ്പ് പടങ്ങൾ, അതായത് കുറച്ചൊരു ഹെവി ഹാർട്ടോട് കൂടി മാത്രം കാണാൻ പറ്റുന്ന പടങ്ങള് അത്രയ്ക്കൊരു ബൂസ്റ്റ് ഒരു 80 കോടിയൊക്കെ കിടക്കും, എനിക്കറിയില്ല. 120 കോടി രൂപ എത്തിക്കഴിഞ്ഞാലാണ് അതിന്റെ ബ്രേക്ക് ഈവൻ ആവത്തുള്ളൂ. 120 കോടി എന്ന് പറയുന്നത് ആവൂലല്ലോ. 80 കോടിയാണ് എങ്കിൽ 80 കോടിക്ക് 120 കോടി നെറ്റ് കിട്ടേണ്ടി വരും. ഗ്രോസ് അല്ല, 120 കോടി നെറ്റ് കിട്ടേണ്ടി വരും. ഗ്രോസ് എങ്ങനെ പോയാലും ഒരു 150 200 കോടി അടുപ്പിച്ച് വേണ്ടി വരും. പിന്നെ ഓവർസീസ് ഓടും. ഓവർസീസ് അത്യാവശ്യം നല്ല രീതിയിൽ ഓടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം പൃഥ്വിരാജ് പറയുന്നത് കേട്ടായിരുന്നു മാർക്കറ്റിന്റെ കാര്യം. ഇപ്പൊ 3 മലയാളം പടമാണ് അടുപ്പിച്ച് എന്താ പാൻ ഇന്ത്യൻ ആയിട്ട് നല്ല അഭിപ്രായം കിട്ടിയത്. ഇപ്പൊ ബ്രഹ്മയുഗം ആണെങ്കിലും പ്രേമലു ആണെങ്കിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ഈവൻ വാലിബൻ ആണെങ്കിൽ പോലും ഒരു പാൻ ഇന്ത്യൻ അപ്പീൽ ഉണ്ടായിരുന്നു പടത്തിന്. മാത്രമല്ല നല്ല അഭിപ്രായങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് പറഞ്ഞു, അതായത് ഒരു ഓപ്പണിങ്, അതായത് ഒരു പാൻ ഇന്ത്യൻ ഓഡിയൻസിൽ നിന്നൊരു ഓപ്പണിങ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നോക്കാം. ഇപ്പം വിജയുടെ പടങ്ങള് ഫസ്റ്റ് ഡേ 100 കോടിയിൽ കിടക്കുന്ന സ്ഥിതിക്ക് ആദ്യത്തെ ഒരു 2-3 ദിവസം മാക്സിമം ഓഡിയൻസ് കയറി. പിന്നെ വേറൊരു ഗുണമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഥയുടെ ഒരു ന്യൂവൻസ് വെച്ച് നോക്കുമ്പോൾ ഫാമിലി ഓഡിയൻസ് കയറാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. അതിന്റെ ഒപ്പം 2-3 ഗൾഫ് കൺട്രീസില് പലയിടത്തും വിലക്കുണ്ട്. അവര് മതപരമായിട്ട് എല്ലാത്തിനും എടുക്കുന്നുണ്ട്. ഇല്ല, അത് ഗൾഫ് കൺട്രീസിൽ വിലക്കുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവേ ആൾക്കാർ പറയുന്നത് ഈ ഗൾഫ് കൺട്രീസിലെ എന്തോന്ന് അർബാബുമാരെയൊക്കെ മോശമാക്കി കാണിച്ചാലേ ഈ സിനിമ മുന്നോട്ട് പോകത്തുള്ളൂ. അത് വേറെ കേസ്. ഈ പുസ്തകത്തിലൊരു ചെറിയൊരു സീനുണ്ട്, അത് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതായത് ഈ നജീബ് എന്ന് പറയുന്ന വ്യക്തി ഒരു ആടുമായി ലൈംഗികമായി ബന്ധപ്പെടുന്ന ഒരു സംഭവം പുസ്തകത്തിലുണ്ടായിരുന്നു. അത് സിനിമയിൽ കാണുമെന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ അങ്ങനെ അതും ഒരു പക്ഷേ അത് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. പിന്നെ ബ്ലെസ്സി ആയത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് തന്മാത്രയിൽ എന്തൊക്കെയാണ് ചെയ്യിപ്പിച്ചെന്നുള്ള കാര്യം അറിയാലോ. ചേട്ടാ, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ബ്ലെസ്സിയുടെ കാര്യം നമ്മൾ ഇപ്പോഴും പറയുമെങ്കിലും പൃഥ്വിരാജ് കുറെ അധികം ലിമിറ്റേഷൻസ് ഉള്ള ഒരു ആക്ടറാണ്. പൃഥ്വിരാജ് എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത് ഒരു വലിയൊരു ഘടകം തന്നെയാണ്. കാരണം പൃഥ്വിരാജ് ലിമിറ്റേഷൻ ഉള്ള ആക്ടർ അല്ലടാ. കാരണം പൃഥ്വിരാജിന്റെ കൈൻഡ് ഓഫ് ഒരു ആക്ടിങ് റിക്വയർഡ് ആയിട്ടുള്ളൊരു പടമാണ്. കാരണം പൃഥ്വിരാജിന് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഓവർ ഡ്രമാറ്റിക് ആണ് പുള്ളി. ഡയലോഗ് പ്രസന്റേഷനിലാണെങ്കിലും ഹീറോയി സെൻട്രിക് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്ത് ഒരു കുറച്ചൊരു ഡയലോഗ് ഡെലിവറിയാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ. പുള്ളിക്ക് ഡയലോഗ് ഡെലിവറിയിൽ ആർട്ടിക്കുലേഷനിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഒരു പക്ഷേ മാറ്റാൻ പറ്റുന്ന ഒരു പടമാണ്. അതായത് മൊത്തത്തിലൊരു രസമുള്ള ഒരു പടമായിരിക്കണം. ഓസ്കാർ കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഓസ്കാർ കൊണ്ടുവരിക എന്നതിനേക്കാൾ ഉപരി പൃഥ്വിരാജ് പറഞ്ഞ കാര്യം ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇഫ് ദേ ഹാവ് മേഡ് എ ഗുഡ് പ്രോഡക്റ്റ്, അതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ പോയിട്ട് ഇന്ത്യയുടെ മീൻസ് മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒരു 500 കോടി എന്ന ലെവലിലേക്ക് നമുക്കൊരു പടം കിട്ടിയ അതല്ലേ ഏറ്റവും വലുത്. ഒരു മലയാളം ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഓസ്കറിനേക്കാൾ വലുതായിരിക്കും ഒരു 500 കോടി. എനിക്ക് തോന്നുന്നു ഇതുവരെ 500 കോടിയിലേക്ക് എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സ് ഇപ്പൊ 200 കോടിയായി. 200 കോടി ആവാമെങ്കിൽ സീരിയസ്ലി, കാരണം മഞ്ഞുമൽ ബോയ്സ് എനിക്കത് ഒരു എന്താ പറയാ റീവാച്ച് തോന്നാത്ത ഒരു പടമാണ്. പടം മോശമല്ല, പടം നല്ല പടമാണ്. അതിന് മാത്രമില്ല കേട്ടോ, റീവാച്ചിനൊന്നും പറ്റിയൊരു സാധനം അതിലില്ല. കാരണം ഇപ്പൊ വൈഫ് പടം കണ്ടിട്ടില്ല, പടം കാണാൻ കൊണ്ടുപോകണമെന്ന് 5-6 വട്ടം പറഞ്ഞിട്ടും എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ അതാണ്. കാരണം ഒരു റീവാച്ചിന് പറ്റിയൊരു പടം അല്ല അത്. ഇതും എൻ്റെ ഒരു
കൈൻഡ് ഓഫ് തിങ്കില് എനിക്ക് തോന്നില്ല അത് റീവാച്ചിനെ പറ്റിയൊരു പടമാണ്. ആടുജീവിതത്തിന്റെ ഞാൻ പുസ്തകം വെച്ചാണ് പറയുന്നത് കേട്ടോ. പുസ്തകത്തിലെ കഥ ഒരു അത് റീവാച്ച് എങ്ങനെ ഒരു എൻഡിങ് വരുന്ന പടങ്ങളെല്ലാം നമുക്ക് നല്ലതാണെന്ന് ഫീൽ ചെയ്താലും നമുക്ക് പിന്നെയും ഈ ദുരന്തങ്ങൾ ഇതൊക്കെ വരുമ്പോഴേ നമുക്കത് എന്തൊക്കെ കാണാൻ തോന്നുന്നില്ല. ഇതിന്റെ എൻഡിങ് നല്ലതാണല്ലോ. പുസ്തകം വെച്ച് നോക്കുകയാണെങ്കിൽ ആടുജീവിതത്തിന്റെ എൻഡിങ് നല്ലതാണ്. ഒറ്റ അല്ല, അതല്ല ഞാൻ എൻഡിങ് പറഞ്ഞത്. വരെ കണ്ടിരിക്കണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും അവാർഡ് ഉണ്ടാവൂലോ കേട്ടോ ഇതിനകത്ത്. ഒരു അവാർഡ് മീൻസ് അവാർഡ് ക്രൈറ്റീരിയ പോലെ പോകുന്ന ഈ വാലിബന് സംഭവിച്ചത് ഒരു ഒഴുക്കില്ലാതെ അവാർഡ് പോലെ പോയതാണല്ലോ വാലിബന് സംഭവിച്ചത്. ഈ ഒരു സംഭവം ഇതിനകത്ത് വാലിബന് സംഭവിച്ചത് ഒഴുക്കില്ലാതെ അവാർഡ് പോലെ പോയതെന്ന് മാത്രമല്ല, വാലിബനായാലും ഞാൻ വേറൊരു പടം പറയാം, നമ്മുടെ മഹാവീര്യർ. എന്നെ ഭയങ്കരമായിട്ട് അതെ അതെ ഇഷ്ടപ്പെട്ടൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പടം വൻ ഫ്ലോപ്പ് ആയിരുന്നു. അതിന്റെയൊക്കെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, ഈ പറയുന്ന നടന്മാരുടെ ഓഡിയൻസ്. ഇപ്പം ഈ പറയുന്ന നിവിൻ പോളിയുടെ ഓഡിയൻസിന് പറ്റിയ സിനിമയല്ല. നിവിൻ പോളിയുടെ പടം കാണാൻ വേണ്ടി ആദ്യമായിട്ട് എത്തുന്ന ആദ്യത്തെ 2 ദിവസം തിയേറ്ററിൽ എത്തുന്ന ഓഡിയൻസ് എൻറ്റയർലി ഡിഫറെന്റ് ഒരു പടമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നു മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഹിറ്റ് ആവുന്നു, മോഹൻലാലിന്റെ വാലിബൻ ഫ്ലോപ്പ് ആവുന്നു. എന്തുകൊണ്ട്? കാരണം മമ്മൂട്ടിയുടെ ഒരു പടമാകുമ്പോൾ അത് കാണാൻ വരുന്ന ഓഡിയൻസിന് എന്താ പറയാ, മമ്മൂട്ടിയിൽ നിന്നും ഇതും അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ മോഹൻലാലിന്റെ ഓഡിയൻസ് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് തന്നെയാണ് നിവിൻ പോളിക്കും പറ്റിയത്. പടം മോശമല്ല. പടം മഹാവീര്യർ ഭയങ്കര ലേഡ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയാ, അതില് നമ്മൾ ഓരോ റീവാച്ച് ചെയ്യുന്തോറും നമുക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു പടമാണ്. അപ്പം അതുകൊണ്ട് പൃഥ്വിരാജിന്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൃഥ്വിരാജിന്റെ ഓഡിയൻസ് പൃഥ്വിരാജിൽ നിന്നും ആടുജീവിതത്തിലെ ക്യാരക്ടർ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഓഡിയൻസ് ആണ്. അപ്പൊ 16 വർഷമായി എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 16 വർഷം. അപ്പൊ അതിൽ ഈ എക്സ്പെക്ട് ചെയ്യുന്നതിലുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം വാലിബൻ ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടി വന്ന പടമാണ്. പക്ഷെ വാലിബൻ എന്താണെന്ന് അറിയില്ല. ഓഡിയൻസിന് അറിയില്ല വാലിബൻ എന്താണ്. പേര് തന്നെയുണ്ട് ആ ഒരു ഹൈപ്പ്, വാലിബൻ. അതാണ് ഞാൻ പറയുന്നത്. വാലിബൻ എന്താണ്, വാലിബൻ എങ്ങനത്തെ പടമാണെന്ന് ഓഡിയൻസിന് അറിയില്ല. അവർ ഈ പേര്, ഈ മോഹൻലാല്, ഈ പറഞ്ഞ ടിനു പാപ്പച്ചൻ പറഞ്ഞ മാസ്, ഇതെല്ലാം കൂടെ ചിന്തിച്ചിട്ട് വേറെന്തോ ചിന്തിച്ചാണ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്കത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. പറയുന്നത്. അപ്പം ആടുജീവിതത്തിൽ ആ പ്രശ്നമില്ല. കാരണം പുസ്തകം അവിടെ ഇരിക്കുകയല്ലേ, ആൾക്കാർക്ക് അറിയാലോ എന്താണ്. ഇപ്പൊ എന്തൊക്കെ ഇവര് ഗിമ്മിക്ക് കാണിച്ചാൽ അത് എൻഡ് ഓഫ് ദ ഡേ ആ നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ജീവിച്ചിരിക്കുകയല്ലേ. അങ്ങനത്തെ കഥയാണ് എടുക്കുന്നത്. അതെ, നമുക്ക് ഇപ്പൊ ഒരു മഞ്ഞുമൽ ബോയ്സിന്റെ കഥയാണെങ്കിൽ പോലും നമുക്കറിയാം, അല്ലെങ്കിൽ പത്രവാർത്തകളിൽ കൂടെ ഇതിനു മുമ്പേ, പടം ഇറങ്ങുന്നതിന് മുമ്പേ അവരുടെ കഥകളൊക്കെ വന്നു. എന്താണെങ്കിലും ഒരാൾ കുഴി പോവും, അയാളെ പൊക്കി എടുക്കുന്നു നമുക്കറിയാം. പക്ഷെ അത് അത്ര വലിയ മേക്കിംഗ് ആയതുകൊണ്ടാണ് അത് ഇത്രയും ഹിറ്റ് അടിച്ചത്. പിന്നെ ആ പാട്ടിന്റെ ഗുണം കൊണ്ട് തമിഴ്നാട്ടിലും കുറെ റീച്ചായി. മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ചില കാര്യങ്ങളില്ലേ, നമുക്ക് ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഓരോരിടത്ത് ചെന്ന് പറയുമ്പം എൻറ്റയർലി ഒരു നോവലായിട്ടുള്ള ഇതുവരെ ആൾക്കാർ കേൾക്കാത്തൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇത് കേൾക്കുന്ന പ്രൊഡ്യൂസർക്കോ ഡയറക്ടർക്കോ പോലും ഇത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അവര് പോലും എക്സ്പെക്ട് ചെയ്യുന്നത് ചില ക്ലീശകളാണ്. ഇപ്പം ആ ക്ലീശേ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് അറിയാമെങ്കിലും അത് കാണാൻ ആൾക്കാർ കാണും. മനസ്സിലായല്ലേ? ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പം ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നതാണ് ഈ സീരിയൽസ്. ഹിറ്റ് ആവാറുണ്ട്. ഈ സീരിയൽസിൽ എന്താണ് കാണിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു അമ്മായിയമ്മ അല്ലെങ്കിൽ ഒരു കുടുംബം മൊത്തം ചേർന്ന് കയറി വരുന്ന എന്താ പറയാ മരുമോള ഇട്ട് പീഡിപ്പിക്കും. ഈ പീഡിപ്പിക്കുന്ന ഓരോ നിമിഷവും ഓഡിയൻസിന് അറിയാം ഇവർക്കൊരു തിരിച്ചടി കിട്ടും. ആ തിരിച്ചടിക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്ത് തിരിച്ചടി കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ അവള് അങ്ങനെ ചെയ്യും. ഇതിപ്പോ ഈ സീനിൽ ഇനി അടുത്തത് ഇങ്ങനെ വരുമ്പോ ഇവള് ഇങ്ങനെ ചെയ്യും. ഇതാണ് കാണേണ്ടത്. എല്ലാവർക്കും അറിയാം ഇതാണ് നടക്കാൻ പോണത്. എന്നിരുന്നാലും അത് നടക്കുന്ന കാണാനുള്ളൊരു ഓഡിയൻസ് ഉണ്ട്. അല്ല, അത് നടക്കുന്ന കാണാനുള്ളൊരു കൊതി. ഓക്കെ, അത് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗൂംസ്, അവൾ അങ്ങനെ തിരിച്ച് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഗൂംസ്, ഇത് തന്നെയാണ്. ആ ഒരു ഗൂസ് ബംസിന് വേണ്ടി തന്നെയാണ് ഇവരിത് ചെയ്യുന്നത്. ഇവർക്കറിയാം എക്സാക്ട്ലി എന്താണ് നടക്കാൻ പോണെന്ന്.
ഇപ്പൊ ഞാൻ യെസ്, യെസ്. ആടുജീവിതം കാണാൻ പോകുന്നെങ്കിൽ എന്റെ മനസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സീനുണ്ട് ഏറ്റവും അവസാനമായിട്ട്. ആ ഒരു സീൻ ഉം. എനിക്ക് ഒന്നുകൂടെ ആ സീൻ എങ്ങനെയായിരിക്കും പൃഥ്വിരാജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സീൻ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്കറിയാലോ, നമുക്ക് ഈ ഗൂസ് ബംസ് അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഈ സംഭവങ്ങളൊക്കെ വരുന്നത് ഇവർ അഭിനയിക്കുമ്പോഴല്ല, മീൻസ് ആ സിറ്റുവേഷൻ നടക്കുമ്പോഴല്ല, ആ സിറ്റുവേഷനിൽ ഓരോ ആൾക്കാരുടെ റിയാക്ഷൻസ് കാണുമ്പോഴത്തേക്കാണ് റിയാക്ഷൻ. നമുക്ക് ആ ഒരു ഗൂസ് ബംസ് വരുന്നത്. എൻ്റെ ഇതെന്ന് പറയുന്നത് ആ ഒരു റെലിവേഷൻ ടൈം ഉണ്ട്. ആ ടൈമിൽ ഓരോ ആൾക്കാരുടെയും, അതായത് സിനിമയ്ക്കകത്തുള്ള ഓരോ ആൾക്കാരുടെയും റിയാക്ഷൻസ് ഒക്കെ എന്തായിരിക്കും, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ കിക്ക്, അതിനു വേണ്ടിയായിരിക്കും പോകുന്നത്. പക്ഷെ ആ കിക്കിന് വേണ്ടി ഞാൻ ഇത്രയും ദുരന്തം എന്ന് വെച്ചാൽ ഞാൻ മോശം ഇതിലല്ല കേട്ടോ, അല്ല, ആ ഒരു വ്യക്തിയുടെ മനസ്സിലായി. ഫേസ് ലൈഫിൽ ചെയ്ത അത്രയും ഫേസ് ട്രാജഡി, ചെയ്ത ഇഷ്യൂസ്. നമ്മൾ എന്തായാലും ഈ ട്രാജഡി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡിസ്പാവും. എന്തിനാണ് വെറുതെ അതെ, തിയേറ്ററിൽ പോയി ഡിസ്പാവുന്നത്? പക്ഷെ എന്നാലും നല്ല കുറെ വിഷ്വൽസ് ആണ്, നല്ലൊരു എൻഡാണ്, നല്ലൊരു കഥയാണ്, പടം നല്ലതായിരിക്കും, മിസ്സാക്കാൻ ആയിരിക്കും തോന്നുന്നില്ല. ചേട്ടാ. കാരണം 4 കോടി രൂപയുടെ പ്രീ ബുക്കിംഗ് ആണ് ഇതുവരെ നടന്നേക്കുന്നത്. അതായത് പൃഥ്വിരാജിന്റെ കരിയറിലെ ഫസ്റ്റ് ഡബിൾ ഡിജിറ്റ് ഓപ്പണിംഗ് ആയിരിക്കും ആടുജീവിതം എന്നൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്ന റിവ്യൂ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ് എന്നുള്ളൊരു റിവ്യൂ, അതല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഓഡിയൻസിന്റെ രക്ഷയില്ല എന്നുള്ളൊരു റിവ്യൂ ആണെങ്കിൽ പടം വേറെ ലെവലിലോട്ട് തന്നെ പോകത്തുള്ളൂ. കാരണം ഇപ്പൊ ഓൾറെഡി പാനിന്റെ റീച്ച് പടത്തിന് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പാനിന്റെ അവര് കൊണ്ട് അവിടെ ചേട്ടാ, പ്രൊമോട്ട് ചെയ്ത രീതിയൊക്കെ അതിനേക്കാളും അതേപോലെ. ഡെവിനെ അതിനേക്കാളും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, ഇതിന്റെ പാട്ട്, AR റഹ്മാന്റെ എൻട്രി, അതെ, പുള്ളിയുടെ പാട്ട് കുറെ യോധയ്ക്ക് റീച്ച് ശേഷം ആക്കിയിട്ടുണ്ട്. ആ ഒരു പാട്ടിന്റെ ഒരു ഇത് ഞാൻ ഡെവിനോട് ചോദിച്ചു. മറ്റേ ഈ AR റഹ്മാന്റെ നേരത്തെ കുറെ, ഇപ്പൊ പൊന്നിയൻ സെൽവനിലെ കുറച്ച് സോങ്സ് നമുക്കിങ്ങനെ പിന്നെയും കേൾക്കാൻ തോന്നുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക്, പുറകിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ 19s അല്ലാതെ വളരെ കുറച്ച് പാട്ടുകളൊക്കെ ഉള്ളൂ ഇങ്ങനെ നമ്മുടെ റോക്ക് വായിൽ സ്റ്റാർ കിട്ടുന്നത്. അപ്പൊ അത് റോക്ക് ഡയറക്ടറുടെ ഒരു നീഡ് ആയിരിക്കാം. ഒരു 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 കാര്യം, നിങ്ങൾക്ക് ആ, എന്ത് തോന്നുന്നു, മറ്റേ ആടുജീവിതത്തിലെ പാട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? ഫസ്റ്റ് 2 ലൈൻ നല്ലതാണ് ആ, കേട്ടോ. ഫസ്റ്റ് 2 ലൈൻ, നല്ലതാണ്. അതെ. ലൈൻ ഫസ്റ്റ് 2. എന്നല്ല, എനിക്ക് ബേസിക്കലി അതിന്റെ ലിറിക്സ് എന്തോ പോലെ ഫീൽ ചെയ്തു. അതായത് ഒരു ടോണാ ഉദ്ദേശിച്ചത്. ലിറിക്സ്, ആ മ്യൂസിക്കിന് വേണ്ടി ഇങ്ങനെ നമുക്ക് ആ ഒരു ലിറിക്സ് എനിക്കൊരു ഒരു സുഖം കിട്ടുന്നില്ല. മ്യൂസിക്കിന് വേണ്ടി മീൻസ് ലിറിക്സ് പരിചയപ്പെടുത്തിയ മോശം പോലെ. ലിറിക്സ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഉം. എന്താണ്, നമ്മള് ട്യൂണിന് വേണ്ടിയൊക്കെ ലിറിക്സ് കുറച്ച് നീട്ടിയും ചുരുക്കിയൊക്കെ ഇങ്ങനെ പാടത്തില്ലേ, അത് എന്തോ ഒരു ചെറിയൊരു, നമുക്ക് ആ ഒരു പണ്ടത്തെ ചിന്ന ചിന്ന എനിക്കിഷ്ടപ്പെട്ടു. ആശയ കേൾക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നില്ല. ഇവര് ഫസ്റ്റ് ട്രൈ ചെയ്ത ഒരു ഈ ഹോളിവുഡ് മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. ആ പേര് ഞാൻ മറ്റേ വിട്ടുപോയി. മറ്റേ അതിന്റെ പേരെന്തായിരുന്നു, നമ്മുടെ ടൈറ്റാനിക്കിന്റെ ഒക്കെ മ്യൂസിക് ചെയ്ത അങ്ങേര്. അതെ, 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 അതെ. പേര് ഞാൻ വിട്ടുപോയി. അങ്ങേരും അല്ല, അല്ലായിരുന്നെങ്കിൽ. എനിക്ക് നമ്മുടെ പേഴ്സണലി മ്യൂസിക് ഇഷ്ടപ്പെടും. ഒരു ആകാശഗോപുരം, ഗസൽ ലെവലിലുള്ള. അല്ല ആകാശഗോപുരം എന്ന് പറഞ്ഞ ഒരു മോഹൻലാൽ സിനിമയല്ലേ, അതെ, അതെ. അതില് മ്യൂസിക് ചെയ്തത് ഇവനാണ്, ഈ ടൈറ്റാനിക്കിന്റെ മ്യൂസിക് ഡയറക്ടർ. അതെ. ഓ, ആകാശഗോപുരം. ഓക്കെ, ഓക്കെ. ഓക്കെ. പടം വൻ ഫ്ലോപ്പാണ്. അതും ഇത് ടോപ്പാണ്. ഒരു ഫെസ്റ്റിവൽ മ്യൂസിക്കോ? ടൈപ്പ് മൂവിയാണ്. അതാണ് ഞാൻ പറയാം, ഒരു ഫെസ്റ്റിവൽ ടൈപ്പ് മൂവിയാണ്, അതിന് പറ്റിയ മ്യൂസിക്കാണ്. ഓക്കെ. ആകാശഗോപുരം അല്ലേ മറ്റേ നിത്യമേനോനൊക്കെ ഉള്ള പടമാണെന്ന് തോന്നുന്നത് അല്ലേട്ടാ? നിത്യമേനോൻ, അനൂപ് മേനോനോ. മോഹൻലാലിന്റെ പടമാണെന്ന് എനിക്കറിയാം. ഈ പറയുന്ന അവന്റെ പേരെന്തായിരുന്നു, അവന്റെ എനിക്കൊന്ന് ഫസ്റ്റ് മലയാളം പടമാണെന്ന് തോന്നുന്നു. അല്ല, ഡേവിന് നിനക്ക് മ്യൂസിക് ഇഷ്ടപ്പെട്ടോ? ആ ഫസ്റ്റ് 2 ലൈൻ അത് ഇപ്പൊ എല്ലാം മൊത്തത്തിൽ ഇപ്പൊ ഇൻസ്റ്റയില് റീൽസും ഒക്കെ കേട്ട് വെറുപ്പിച്ചു. എന്തായാലും അറിയാലോ, ഒരു റഹ്മാന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ലാസ്റ്റ് നോമ്പ് സമയത്ത് എനിക്ക് തോന്നുന്നു മാലിക്കിലെ പാട്ട്. എടാ, നീ ഉദ്ദേശിച്ച പാട്ട് ഏതാണ്? മറ്റേ ആ ഒരു പെരിയോനെയാണോ? പെരിയോനെ, പെരിയോനാണോ? പെരിയോനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഉദ്ദേശിച്ച പാട്ട് പെരിയോനെ കുഴപ്പമില്ല കേട്ടോ, അത് കുറച്ച് രസമുള്ള പാട്ടാണ്, ബെറ്റ പാട്ടാണ്. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ വള്ളത്തിലുള്ള മറ്റേ ഓക്കെ, ഓക്കെ. ആ, ഇവനും ആ. പൃഥ്വിരാജും. അതൊന്നും ചേട്ടാ, അതൊക്കെ കേട്ടിട്ട് ഒരു നോർമൽ ഓഡിയൻസിന് ആ ഒരു സംഭവം അല്ല ഏട്ടാ, ഞാൻ റഹ്മാൻ അവിടെ ഡൗൺ ആയി. ഡൗൺ തന്നെയാണ്. റഹ്മാൻ എവിടെ ഡൗൺ ആയി നിൽക്കുന്നു അവിടെ നിന്ന് കയറിയിട്ടില്ല ഇതുവരെ. അല്ല ഏട്ടാ, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഡയറക്ടറുടെ നീഡ്, ഇപ്പൊ ചില ഡയറക്ടർ ഉണ്ടായിരുന്നു, പുതിയ ഡയറക്ടേഴ്സ് വരുമ്പം നീ ഇന്നതാണ് എന്റെ സിറ്റുവേഷൻ, അല്ലല്ല, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ് പറഞ്ഞ പാട്ട് ചോദ്യം വേണ്ടത്. മനസ്സിലായി, ആ ചോദ്യത്തിനുള്ള ഉത്തരം കേട്ടോ. അതായത്
ഇപ്പം ഞാനിപ്പോ എ റഹ്മാന്റെ അടുത്ത് പോയി, എനിക്കൊരു മ്യൂസിക് വേണമെന്ന് പറയാണ്. എ റഹ്മാൻ ഒരു മ്യൂസിക് ചെയ്ത് തന്നു. തിരിച്ച് അയ്യോ എനിക്കിത് പോരാ, എനിക്കിത് അതെ വേണം പറയാൻ, അതാണ് ഞാൻ പുതിയ എന്ന് ഡയറക്ടേഴ്സിനെ. പറയാനുള്ള ഒരു 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 വോയിസ് ഉണ്ടോ? ഇപ്പൊ അതെ മണിരത്നം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപക്ഷെ മണിരത്നം ആ ഒരു വോയിസ് വേണം. എനിക്കിതല്ല വേണ്ടത്, എനിക്കിതാണ് വേണ്ടത്. മറ്റേ ആൾക്ക് എന്തായിരിക്കും വേണ്ടത്? എനിക്ക് എ ആർ റഹ്മാന്റെ ഒരു പാട്ട് മതി. അതെ എനിക്ക് എന്ത് വേണമെന്നല്ല, എനിക്ക് എ ആർ റഹ്മാന്റെ ഒരു പാട്ട് വേണം. എന്റെ ബഡ്ജറ്റിനകത്ത് എനിക്ക് എ ആർ റഹ്മാന്റെ ഒരു പാട്ട് വേണം. അതിന് എ ആർ റഹ്മാൻ എന്ത് ചെയ്തു തന്നാലും ഞാൻ ഓക്കെയാണ്. പക്ഷെ yes. മണിരത്നം അങ്ങനെ അങ്ങനെയല്ലേ? ആയിരിക്കില്ല. ഞാൻ എന്റെ ഊഹം പറയാണ്, ആയിരിക്കില്ല. അതെ മണിരത്നം ചിലപ്പോൾ പറയുന്നത് നീട് എനിക്ക് പ്രിസൈസ്ലി ഇന്ന രീതിയിലുള്ള പാട്ട് വേണം. ഈ എന്റെ പേരെന്ത്, മറ്റേ എന്റെ സിനിമയുടെ പേരെന്താ, രാവൺ, പൊന്നിയിൻ ചെലവനിൽ തന്നെ പൊന്നിയിൻ പൊന്നിയിൻ സെൽവൻ. സെൽവൻ. ഈ തൃഷ വരുമ്പം ഉം, ഐശ്വര്യ റായ് ഇങ്ങനെ മറ്റേ ആ ഉം, സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഉം. ഒരു മ്യൂസിക്. അതായത് അതെ അതെ ഇവരെല്ലാരും കൂടെ അവളെ തൃശ്ശേനെ അതെ അതെ അതെ, സ്വീകരിക്കുന്ന ഒരു ഓപ്പോസിറ്റ് പാട്ട്. വരുന്ന. പക്ഷെ ഞാൻ മ്യൂസിക് ഒക്കെ എത്ര വട്ടം ലൂപ്പിൽ കേട്ട്, എന്ത് രസമുള്ള മ്യൂസിക് ആയിരുന്നു. അതുപോലെ തന്നെ ആ മറ്റെന്താ ഇവന്റെ വിക്രമും ഐശ്വര്യയും തമ്മിലുള്ള ഒരു ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ, സെക്കൻഡിൽ റൊട്ടേറ്റ് കറങ്ങുന്ന. അത് അവിടത്തേക്ക് മ്യൂസിക് പൊന്നു, അതെ. അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. എ ആർ റഹ്മാന് മാത്രം ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അല്ല, ആ നീഡ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള, അല്ല ചിലപ്പോൾ അപ്രോച്ച് ചെയ്യാനുള്ള പേടി, അവരുടെ ആ ഒരു പേര് മാത്രമായിരിക്കും അവരുടെ നീഡ് അല്ല ഈ ഇപ്പം മ്യൂസിക്കിനേക്കാളും. ലേറ്റസ്റ്റ് ആയിട്ട് എ ആർ റഹ്മാൻ കയറി വന്നിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നീ ജോധ അക്ബറൊക്കെ ആലോചിക്കണം. ജോധ അക്ബർ ഉണ്ട്, റോക്ക് സ്റ്റാർ ഉണ്ട്. അതൊക്കെ എനിക്ക് ഇല്ല അല്ല തോന്നുന്നു ചേട്ടാ, ചേട്ടാ, ഉണ്ട്. ഇപ്പൊ ചെയ്യുന്ന നമ്മുടെ പാട്ടുകളെല്ലാം ഹിറ്റ് ആവുന്നില്ല എന്നുള്ളൊരു പരമസുന്ദരി ധ്വനിയാണ്. ഉണ്ട്. എ ആർ റഹ്മാന് ഹിറ്റ് ഉണ്ട്, ഹിറ്റ് ഇല്ല എന്നല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞായിരുന്നു, നമ്മള് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ റോജയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പാട്ടില്ല, എല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ക്ലാസിക് പടം എടുത്താലും അതേപോലെ മറ്റേ ഗ്രാൻഡ് ആയിട്ടുള്ള മീൻസ് എന്തുവാ നമ്മുടെ ഏത് അല്ല പടമാണ് എനിക്ക് കേട്ടോ, എനിക്ക് എനിക്ക് മുതൽവൻ. തോന്നിയ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മ്യൂസിക് എന്താ പറയാ ആസ്വദിക്കുന്ന ഒരു സംഭവം മീൻസ് നമ്മളെന്നല്ല, ആൾക്കാരുടെ മ്യൂസിക് ആസ്വാദന രീതി മാറിയിട്ടുണ്ടോ മാറി എന്നുള്ളൊരു സംഭവം. അതായത് കുറച്ചുകൂടെ മാറി ഉറപ്പായിട്ടും കാണാം. ടെക്നോ സൗണ്ട്സിനെ അവർ ഇഷ്ടപ്പെടുന്ന ഉം. രീതിയിലേക്ക് സംഭവം മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ട്രാൻസ് സൗണ്ടുകൾ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ഈവൻ വരികൾ ഇപ്പം ലേറ്റസ്റ്റ് പാട്ടുകളൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ വരികൾക്കല്ല അവിടെ അല്ല അല്ല, ജസ്റ്റ് എന്താ പറയാ ഒരു വരികൾ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ആ ഒരു ഇപ്പം വിനീത് ഈ ഏറെമാൻ്റെ അടുത്തുള്ള വർഷങ്ങൾക്ക് ശേഷം എന്നെ ഭയങ്കര ഡിസപ്പോയിന്റ് ചെയ്തൊരു ആൽബമാണ് അതെ അതെ വിനീത് അതെ അതെ, ഒന്നും ശ്രീനിവാസന്റെ ഒരു ജമ്മത്ത് പ്രതീക്ഷ. ഓക്കെ, ഒരു പാട്ട് മധുപകര് പോലും ഇല്ല. അല്ല മധുപകര് വീണ്ടും കേട്ടോണ്ടിരിക്കാം. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ലൈക്ക് ചേട്ടാ, അത് മധുപകര് കേട്ടോണ്ടിരിക്കുക എന്നുള്ളതിന്റെ മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ പ്രണവ് മോഹൻലാലിന്റെ വീഡിയോ നമ്മൾ ഇറങ്ങി. നമുക്ക് പ്രണവ് മോഹൻലാലിനെ കണ്ടുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് വന്നൊരു ഇഷ്ടമായിരുന്നാ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതല്ലാണ്ട് അതിനകത്തുമില്ല, ആ പാട്ടിനകത്ത് ഒന്നുമില്ല. അപ്പം ഇനി ഫുൾ നമുക്ക് ഡിസ്കോയിൻമെന്റ്. വല്ലതും പറ്റിയതാണോ, മൊത്തം ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയതാണോ അറിയാൻ പറ്റുന്നില്ല. അതെ. ഹൃദയമൊക്കെ എന്ത് രസമായിരുന്നു. ഹൃദയത്തിലെ എല്ലാ പാട്ടും ലൂപ്പിൽ കേട്ടിരുന്നേ, അതിനകത്ത് ഒരു രസമില്ലാതെ. പൃഥ്വിരാജ് പാടി ഹൃദയം പാട്ടൊക്കെ രസം. രസമല്ലായിരുന്ന? അതെ അതെ, എല്ലാം തന്നെ ഒന്നിനൊന്നും വെച്ചായിരുന്നു. ആ തമിഴ് പാട്ടൊക്കെ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നല്ലതായി കേട്ടോണ്ടിരിക്കാൻ പിന്നെയും. നല്ല ഓക്കെ. വരികള്, നല്ല രസമുള്ള മ്യൂസിക്, ഇത് മതി. അധികം അപ്പൊ എ ആർ അധികം റഹ്മാന്റെ വരവും ആടുജീവിതത്തിന്റെ ഒന്നുകൂടി നല്ലൊരു റീച്ച്. ഹൈപ്പും കുറച്ചുകൂടി അതെ റീച്ചും. ഏറെമാന്റെ വരവ് ഉറപ്പായിട്ടും ആടുജീവിതത്തെ ലിഫ്റ്റ് ചെയ്യും. കാരണം പാട്ട് എന്താണോ അത് ഇവിടെ പ്രാധാന്യമുള്ള സംഭവമല്ല. ഏറെമാന്റെ BGM ബ്രാൻഡ്. ഇപ്പം പൊന്നിയിൻ സെൽവത്തിലാണെങ്കിൽ പോലും എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമൊന്നും പെട്ടിട്ടില്ല കേട്ടോ, സീരിയസ്ലി. മിക്ക പാട്ടിനേക്കാൾ എനിക്ക് തോന്നുന്നു ഏറെമാൻ ലിഫ്റ്റ് ചെയ്തത് അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത് ഏറെമാൻ കട്ടക്ക് ചെയ്യും. അതിനിപ്പോ ആടുജീവിതത്തിലാണെങ്കിലും ചെയ്യും തന്നെയാണ് വിശ്വാസം. എ റഹ്മാൻ എന്തോ മാക്സിമം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ പ്രൊമോഷൻ പരിപാടിക്ക് എ റഹ്മാൻ വന്ന് നിൽക്കത്തില്ല. വേറെ ഒരു പരിപാടിക്ക് ഇങ്ങനെ പോണേ കണ്ടിട്ടില്ല, തമിഴ് സിനിമയ്ക്ക് പോലും ഇതേപോലെ. പുള്ളി എന്തോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു ഓസ്കാർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇതിലൂടെ. ഓസ്കാർ കുറഞ്ഞൊന്നും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യാത്തതെന്നാണ്. അല്ല, ഏതോ ഇതിലെല്ലാവരും. വീഡിയോ കണ്ടു, ഒരു ഗ്രാമി എക്സ്പെക്ട് ചെയ്യാൻ പറയേ. പൃഥ്വിരാജ് അതെ പറയുന്നത് കേട്ടു, പുള്ളിക്ക് മൊത്തത്തിലുള്ള പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടോന്ന് ഡൗട്ടാണെന്ന് അതെ പറയുന്നത് അതെ അതെ. കേട്ടു. അപ്പം ചിലപ്പോ ആ രീതിയിലൊക്കെ എന്താ ആ ഇന്നാവുമല്ലോ, ചിലപ്പം റവന്യൂക്ക് ഇത് വേണ്ടി ഇത് അല്ലാതെ
ഇത് പാഷന് വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇന്നാവുന്ന കുറച്ച് പെട്ടെന്ന് മൊമെന്റ്സ് ഉണ്ടല്ലോ. ആനന്ദ് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് ഫുൾ പേയ്മെന്റ് കിട്ടാത്തോണ്ട് പേയ്മെന്റ് വാങ്ങാൻ അയച്ചില്ല സർ. പറയുന്ന ദൈവിന്റെ ആടാ. പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂല് അതെ ഞാൻ ഇപ്പോഴും വന്ന് നിങ്ങക്ക് ഓർമ്മയില്ലേ? അതെ. അടുത്ത പ്രൊമോഷൻ എവിടെയാ? തരാനുള്ളതൊന്നും കിട്ടിയിട്ടില്ല. അതെ. എന്തായാലും അങ്ങനെ കേട്ടപ്പോ എനിക്ക് പാട്ടിന് കുറച്ച് രസമായിട്ട് തോന്നി. അതിന്റെ BGM ടീസർ വന്നപ്പോഴുള്ള ആ ഒരു സംഭവമാണെങ്കിലും ആടുജീവിതത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 16 വർഷമൊക്കെ പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തെന്നൊക്കെ കേൾക്കുമ്പം അക്ഷയ് കുമാറിന്റെ ഒരു വീഡിയോ ഇറങ്ങിയായിരുന്നു. 16 വർഷമോ അവര് വരെ അന്തം വിട്ട് പോയിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് സിനിമയിൽ മൊത്തത്തിൽ നാളെ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ആരെങ്കിലും കാണുന്നുണ്ടോ നാളെ? നാളെ ഇല്ല ഏട്ടാ, രാത്രിയാണ്. നാളെ പള്ളിയിലായതുകൊണ്ട് നാളെ പറ്റത്തില്ല. നാളെ കഴിഞ്ഞ് എന്തായാലും മിക്കവാറും സാധ്യത. എനിക്ക് പോണം. ഓക്കെ, അപ്പം നമുക്ക് നിർത്താം. പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ ഇടാല്ലേ? അതെ, റിവ്യൂ ഇടാം, ഡിസ്കസ് ചെയ്യാം. അതെ.